മൈ പാഷൻ മൈ ഹാപ്പിനെസ്സിലേക്ക് സ്വാഗതം. ഇതെന്റെ സ്റ്റിച്ചിങ് ക്ലാസ് 11ാമത്തെയാണ്. എൻ്റെ പാർട്ട് 1 ആയ കാൽക്കുലേഷൻ ആണ്. ഇതുവരെയുള്ള എല്ലാ സ്റ്റിച്ചിങ് ക്ലാസ്സിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. എല്ലാവരും കയറി ചെക്ക് ചെയ്ത് നോക്കുക. ഞാൻ ക്ലാസ്സിലേക്ക് കിടക്കാം. പാർട്ട് 1 ആയ കാൽക്കുലേഷൻ. പ്ലീറ്റഡ് ടോപ്പ് ആൻഡ് സ്കേർട്ട്. ഫുൾ ലെങ്ത് 42 ഇഞ്ച്, ടോപ്പ് ലെങ്ത് 12.5 ഇഞ്ച്, ചെസ്റ്റ് 31 ഇഞ്ച്, ഷേപ്പ് 28 ഇഞ്ച്, ഷേപ്പ് ലെങ്ത് 12 ഇഞ്ച്. 0 to 1 ടോപ്പ് ലെങ്ത് പ്ലസ് 1 ഇഞ്ച്. അപ്പൊ ടോപ്പ് ലെങ്ത് നമുക്ക് 12.5 കിട്ടിയത്. അതിൻ്റെ 1 ഇഞ്ച് കൂട്ടി 13.5 ഇഞ്ച് എടുത്തു. 0 to 2 ആണ്. ചെസ്റ്റ് പ്ലസ് 4 ഡിവൈഡ് ബൈ 4. ചെസ്റ്റ് നമുക്ക് ഇവിടെ 31 കിട്ടിയത്. 4 നമ്മൾ ലൂസ് ആണ് എടുത്തേക്കുന്നത്. 30 ഇഞ്ചിന് മേലേക്ക് ആണെങ്കിൽ നമ്മൾ 4 ഇഞ്ചാണ് ലൂസ് ഇടണേന്നുള്ളത് നമ്മൾ മെഷർമെന്റ് ചാർട്ടിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. മെഷർമെന്റ് ചാർട്ടിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. ഈ പറയുന്ന കാര്യങ്ങളെല്ലാം മെഷർമെന്റ് ചാർട്ട് വെച്ചാണ് നമ്മൾ ഇന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ചെസ്റ്റ് പ്ലസ് 4, 31 പ്ലസ് 4 നമുക്ക് ചെയ്യുമ്പോൾ 35 കിട്ടി. അത് ഡിവൈഡ് ബൈ 4. അതിന് 4-1 നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പൊ നമുക്ക് 8.75 കിട്ടി. അതിൻ്റെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് ആഡ് ചെയ്തപ്പോൾ നമുക്ക് 10.25 കിട്ടി. അടുത്ത് 0 to 3 അത് ഷോൾഡർ. നമ്മൾ മെഷർമെന്റ് ചാർട്ട് വെച്ചാണ് 6 ഇഞ്ച് എടുത്തേക്കുന്നത്. അതിൻ്റെ കൂടെ ഒരു 1/4 ഇഞ്ച് കൂട്ടണം നിർബന്ധമില്ല. ഈ 6 ഇഞ്ച് വെച്ച് നമുക്ക് ചെയ്യാം. ഞാൻ ഒരു 1/4 ഇഞ്ച് കൂടി കൂട്ടിയെന്നുള്ളൂ. അപ്പൊ 6.25 കിട്ടി. 3 to 4 ഇതേപോലെ തന്നെ 6.25. 0 to 5 നെക്ക് വെഡ്ത്ത് 3 ഇഞ്ച് നമ്മൾ മെഷർമെന്റ് ചാർട്ട് വെച്ചാണ്. 5 to 6 നെക്ക് ഡെപ്ത് 6 ഇഞ്ച് തന്നെയാണ്. ഒരു 1/4 ഇഞ്ച് കൂടി കൂട്ടി ഞാൻ 6.25 എടുത്തു. ഇതെല്ലാം മെഷർമെന്റ് ചാർട്ട് വെച്ചാണ് ചെയ്തേക്കുന്നത്. 3 to 7 ഷോൾഡർ സ്ലോപ്പ് 1/2 ഇഞ്ച് കൊടുത്തു. പിന്നെ ഷേപ്പ് ഇത് നമുക്ക് നിർബന്ധമില്ല. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഇത് ചെയ്താൽ മതി. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ അളവ് വെച്ച് തന്നെ നമുക്ക് കട്ട് സ്റ്റിച്ചിങ്ങിൽ ഞാനത് കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ബോഡിനെ ഷേപ്പ് എടുത്തിട്ടുണ്ടെങ്കിൽ ആ ഷേപ്പിൻ്റെ കൂടെ 3 ഇഞ്ചാണ് ലൂസ് ആഡ് ചെയ്യുന്നത്. അതേ ഡിവൈഡ് ബൈ 4 ചെയ്യാം. അപ്പൊ 28 പ്ലസ് 3 ചെയ്യുമ്പോൾ എനിക്ക് 31 കിട്ടി. എൻ്റെ 4-1 ചെയ്തിട്ട് 7.25. അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് ആഡ് ചെയ്യും. അപ്പൊ നമുക്ക് 9.25 കിട്ടി. ഈ ഒരു ഷേപ്പിന്റെ ഈ ഒരു പോർഷൻ ഓപ്ഷണൽ ആണ്. വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ചെസ്റ്റ് എത്രയാണ് കിട്ടിയത് അതിന് 1 ഇഞ്ച് കുറച്ചാലും മതി. അടുത്തത് സ്കേർട്ട് ആണ്. 0 to 1 അതായത് സ്കേർട്ടിന്റെ ലെങ്ത് നമുക്ക് ഫുൾ ലെങ്ത് എത്രയാണ് കിട്ടിയത് അതിന് ടോപ്പ് ലെങ്ത് കുറയ്ക്കാം. ഫുൾ ലെങ്ത് 42 ആണ്. അതിൽ നിന്ന് ടോപ്പ് ലെങ്ത് 12.5 കുറച്ചു. അപ്പൊ എനിക്ക് 29 കിട്ടി. അതിൻ്റെ 1.5 ഇഞ്ച് എക്സ്ട്രാ ആഡ് ചെയ്യണം. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ 1/2 ഇഞ്ച് മുകളിൽ നമുക്ക് ടോപ്പ് സ്കേർട്ട് അറ്റാച്ച് ചെയ്യാനും അടിവശം 1 ഇഞ്ച് മടക്കി അടിക്കാനും വേണ്ടിയാണ് 1.5 ഇഞ്ച് ഇവിടെ ആഡ് ചെയ്തത്. അപ്പൊ 29 പ്ലസ് 1.5 എന്ന രീതിയിൽ 31 ഇഞ്ച് കിട്ടി. അടുത്ത് 0 to 2 സ്കേർട്ടിന്റെ വിഡ്ത്ത് ആണ്. നമ്മൾ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ടോപ്പിൽ 0 to 2 നമുക്ക് എത്രയാണോ കിട്ടിയത് അതിന്റെ 2 ഇരട്ടി വേണം എടുക്കാൻ. കാരണം ഈ കിട്ടിയ അളവിന്റെ 2 ഇരട്ടി വേണം ഒരു സൈഡിലേക്ക് എടുക്കാനായിട്ട്. ഇപ്പൊ 0 to 2 ടോപ്പിൽ നമുക്ക് 10.25 കിട്ടിയത്. അതിന്റെ 2 ഇരട്ടി എന്ന് പറയുമ്പോൾ 10.25 ഇൻറ്റു 2 ചെയ്തപ്പോൾ എനിക്ക് 20 കിട്ടി. ഇത് ഒരു സൈഡിലേക്ക് മാത്രമാണ്. നമുക്ക് ബോഡിയിൽ എടുക്കുകയാണെങ്കിൽ ഫ്രണ്ടില് റൈറ്റ് സൈഡിലേക്ക് മാത്രമായിട്ട് 20 വന്നു. ലെഫ്റ്റ് സൈഡിലേക്ക് 20 വരുമ്പോൾ 20 എന്ന രീതിയിൽ 41 ഇഞ്ച് ഫ്രണ്ടിലേക്ക് മാത്രമായിട്ട് നമുക്ക് തുണിക്ക് വീതി വേണം. ബാക്കിലേക്ക് നമുക്ക് എത്ര വരും? 41 രീതിയിൽ 82 ഇഞ്ചും മൊത്തം ഫ്രണ്ടും ബാക്കും കൂടി നമുക്ക് വേണ്ടി വരും. അടുത്ത് 3 to 4 1 ഇഞ്ച് നമുക്ക് കട്ട് ചെയ്ത് കയറ്റി മടക്കി അടിക്കാനാണ്. കട്ടിങ് ആണ് ഇപ്പൊ കാണിക്കുന്നത്. ആവശ്യമുള്ള അളവ് എന്ന് പറയുന്നത് 0 to 1 ടോപ്പിന്റെ ലെങ്ത് 13.5 ആണ്. ടോപ്പിന്റെ ലെങ്ത് 13.5 എടുത്തിട്ടുണ്ട്. 0 to 2 നമുക്ക് ആവശ്യം 10.25. ഇതിപ്പോ 10 ഉള്ളൂ, 10.25 ആവശ്യം. ഇതിപ്പോ ഞാൻ ഫ്രണ്ടിലേക്ക് മാത്രമായിട്ടുള്ള പീസ് മാത്രമാണ് ഇപ്പൊ എടുത്തേക്കണത്. ബാക്കിലേക്ക് ഞാൻ ഇപ്പൊ എടുത്തിട്ടില്ല. അപ്പൊ ഈ തുണിയെ ഞാൻ ഇങ്ങനെ രണ്ടാക്കി മടക്കി, ഇത് ലൈനിങ് തുണിയാട്ടോ. എന്നിട്ട് ഞാൻ അടയാളപ്പെടുത്താണ്. 0 to 3 ഷോൾഡർ 6.25. ഇവിടെ നിന്ന് ഞാൻ 6.25 അടയാളപ്പെടുത്തി. അടുത്തത് 0 to 5 നെക്ക് വെടുത്ത് 3 ഇഞ്ച് ഞാൻ 3 ഇഞ്ചും അടയാളപ്പെടുത്തി. എന്നിട്ട് ആം ഹോൾ ലെങ്ത് എനിക്ക് കിട്ടിയിരിക്കുന്നത് 6.25 ആണ്. 6.25 അടയാളപ്പെടുത്തി. നെക്ക് വെടുത്ത് വന്നേക്കുന്നത്
നെക്ക് ഡെപ്ത് വന്നേക്കുന്നത് 6.25 തന്നെയാണ്. ഞാൻ 6.25 അടയാളപ്പെടുത്തി. ഇനി ഇവിടെ നെക്കിന്റെ വെഡ്ത്ത് നമ്മൾ 3 ഇഞ്ചാണ്. ആ 3 ഇഞ്ചാണ് അതിങ്ങനെ അടയാളപ്പെടുത്തി. ഇവിടെ വരുന്നത് 6.25, അതും എവിടെയാന്ന് നോക്കി അടയാളപ്പെടുത്തിട്ട് ഞാൻ ഇതിനൊരു ബോക്സ് പോലെ വരയ്ക്കുകയാണ്. ഞാനിങ്ങനെ ബോക്സ് പോലെ വരച്ചു. ഞാനിവിടെ നെക്കിന് ഇവിടെ കൊടുക്കുന്നത് വി നെക്കാണ്. അപ്പൊ ഇനി ഷോൾഡറിന്റെ അവിടെ നിന്ന് നെക്ക് വെഡ്ത്തിന്റെ ഈ പോയിന്റിന്ന് ഈ പോയിന്റിലേക്ക് ഞാൻ ചെരിച്ചിങ്ങനെ ഒരു വര വരയ്ക്കുകയാണ്. ഞാനിതിൽ വരയ്ക്കുന്നുണ്ടെങ്കിലും ഞാനിപ്പോൾ ഇതിൽ കട്ട് ചെയ്യണില്ല. എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഞാൻ പേപ്പർ ഷീറ്റിലാണ് കട്ട് ചെയ്യുന്നത്. ഞാൻ ജസ്റ്റ് കാണിക്കാൻ വേണ്ടി മാത്രം ഇങ്ങനെ വരച്ചു എന്നുള്ളൂ. പിന്നെ ഉള്ളത് ആം ഹോൾ കർവ് ആണ്. അത് ഞാൻ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വരച്ചെടുത്തു. ഇനി ഷോൾഡറിന്റെ അവിടെ ഒരു 1/2 ഇഞ്ച് ഞാനിങ്ങനെ അടയാളപ്പെടുത്തുന്നുണ്ട്. എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഷോൾഡറിൽ സ്ലോപ്പാണ്. അതിങ്ങനെ 1/2 ഇഞ്ച് അടയാളപ്പെടുത്തി. അത് ഇതുപോലെ തന്നെ ഇങ്ങനെ കൂട്ടി വരച്ചു. മാത്രമാണ് നമുക്ക് ടോപ്പിലുള്ളത്. അടുത്തത് നമുക്ക് ഷേപ്പ് കൊടുക്കണം. ഷേപ്പ് ലെങ്ത് എടുത്തിട്ടുണ്ടല്ലോ, നിങ്ങൾ എടുത്തതിന് ഷേപ്പ് ലെങ്ത് എത്രയാണോ അവിടെ വെച്ച് ഒന്നെങ്കിൽ 1 ഇഞ്ച് നിങ്ങൾ കുറയ്ക്കുക. നമ്മൾ തയ്യൽ തുമ്പ് അടക്കം നമ്മൾ കൊടുത്തിട്ടുണ്ടല്ലോ, അതിന് 1 ഇഞ്ച് കുറച്ച് അടയാളപ്പെടുത്താം. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇക്വേഷൻ വെച്ച് നമുക്ക് ഷേപ്പിന് കിട്ടിയ അളവ് എത്രയാണോ അതിൻ്റെ ഒരു 3 ഇഞ്ച് ആഡ് ചെയ്യുക. അത് ഡിവൈഡ്/4 ചെയ്യുക. അപ്പൊ കിട്ടുന്ന ആൻസറിന്റെ കൂടെ നിങ്ങൾക്ക് തയ്യൽ തുമ്പ് നിങ്ങൾ എത്രയാണോ കൊടുത്തേക്കണേന്ന് വെച്ചാൽ അത് ആഡ് ചെയ്ത് ചെയ്യാം. ഞാനിവിടെ 10.25 ഞാനിവിടെ 1 എടുത്തേക്കുന്നത്. ഷേപ്പിന്റെ അവിടെ ഞാൻ 9.25 ഞാൻ എടുത്തേക്കുന്നത്. 9.25 ഞാൻ ജസ്റ്റ് 1 ഇഞ്ച് മാത്രമേ ഞാൻ കുറയ്ക്കുകയും ചെയ്തിട്ടുള്ളൂ. എന്നിട്ട് ഈ പോയിന്റിലേക്ക് ചെരിച്ച് വരയ്ക്കാം. ഇതിപ്പോ എന്റെ ഫ്രണ്ട് ആണ് ഞാൻ അടയാളപ്പെടുത്തിയേക്കുന്നത്. ബാക്ക് ഭാഗത്തിന് അതുപോലെ തന്നെ വേറെ പീസ് എടുത്തിട്ടുണ്ട്. ഞാൻ ഇപ്പൊ സെപ്പറേറ്റ് കാട്ടി തരുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഫ്രണ്ട് വീനെക്ക് എടുക്കണം, അതുകൊണ്ട് മാത്രമാണ്. ബാക്ക് ഞാൻ റൗണ്ട് രണ്ടും ഒരുമിച്ച് വെച്ച് ചെയ്യണമെങ്കിൽ ചെയ്യാം, കുഴപ്പമില്ല. എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കാട്ടി തന്നുള്ളൂ. ഇപ്പൊ നേരത്തെ എടുത്ത പോലെ തന്നെ ഞാനിവിടെ ഷോൾഡർ 6.25 അടയാളപ്പെടുത്തി, നെക്ക് വെഡ്ത്ത് 3 ഇഞ്ച് അടയാളപ്പെടുത്തി, ആം ഹോളും 6.25 അടയാളപ്പെടുത്തി, നെക്ക് ഡെപ്ത് 6.25 അല്ല, ഞാനൊരു 1 ഇഞ്ച് കുറച്ച് ഒരു 5.25 വേണ്ട ഒരു 5 എടുക്കുന്നുള്ളൂ. നെക്ക് ഡെപ്ത് ഞാൻ ബാക്കിൽ ഒരു 5 ഇഞ്ച് എടുത്തു. എന്നിട്ട് ഞാൻ ഇവിടെ നിന്ന് കറക്റ്റ് 3 ഇഞ്ച് എവിടെ വരണം നോക്കി. അതോടൊപ്പം തന്നെ ഇവിടെ ഞാൻ 6.25 എടുത്തത്. 6.25 എവിടെയാ വരണേന്ന് നോക്കി ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കൂട്ടി വരച്ചു. ഞാൻ ബാക്കിൽ ഞാൻ പറഞ്ഞ പോലെ ഞാൻ ജസ്റ്റ് ഒരു റൗണ്ട് ആണ് കൊടുക്കുന്നത്. ഞാൻ ബാക്കിലേക്ക് റൗണ്ട് ഷേപ്പ് എടുത്തു. ഇതുപോലെ ആം ഹോൾ കർവും ഇതുപോലെ ഇങ്ങനെ അടയാളപ്പെടുത്തി. എന്നിട്ട് ഇവിടെ 1/2 ഇഞ്ച് ഷോൾഡർ സ്ലോപ്പ് കൊടുത്ത് ഇങ്ങനെ വരച്ചു. എന്നിട്ട് നമുക്കിത് കട്ട് ചെയ്ത് എടുക്കണം. ഇത് രണ്ടിങ്ങനെ സെപ്പറേറ്റ് അടയാളപ്പെടുത്തിയെന്നുള്ളൂ. ഞാനിനി ഒപ്പത്തിനൊപ്പം ഇങ്ങനെ വെക്കുകയാണ്. വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ രണ്ട് നെക്ക് ആവുമ്പോൾ കട്ട് ചെയ്യുമ്പോൾ ഇപ്പോഴും ശ്രദ്ധ വേണം കേട്ടോ. ഓർക്കാണ്ട് ചിലപ്പോൾ നമ്മൾ കട്ട് ചെയ്തെന്ന് വരും. നെക്ക് ഞാൻ ഇതിൽ കട്ട് ചെയ്യണില്ല, ഞാൻ പേപ്പർ ഷീറ്റിലാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ ഇതിൽ നെക്കൊന്നും ചെയ്യുന്നില്ല. ഷേപ്പും ആം ഹോളും ഷോൾഡറും മാത്രമാണ് ഇപ്പൊ കട്ട് ചെയ്യുന്നത്. ഞാൻ ഇങ്ങനെ ഒപ്പത്തിനൊപ്പം ഇങ്ങനെ വെച്ചു. പിന്നെ ഈ സെന്ററും നമ്മൾ മാർക്ക് ചെയ്യണം. ഇത് ചെയ്യണേന്ന് വെച്ച് കഴിഞ്ഞാല് ഫ്രണ്ടിലേക്ക് മാത്രമായിട്ട് ഞാനിങ്ങനെ ചെറിയൊരു പ്ലീറ്റ് ഇട്ട് പിടിച്ചാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ ഈ 2 വീനെക്ക് വരച്ചത് ഞാൻ 2 സൈഡിലേക്കും ഞാൻ അടയാളപ്പെടുത്താണ്. ഇങ്ങനെ മനസ്സിലായില്ലേ? ഇങ്ങനെയാണ് വരുന്നത്. ഞാൻ ഇതിലേക്ക് പ്ലീറ്റ് ഇട്ട് എങ്ങനെ വെക്കണേന്ന് കാട്ടിത്തരാം.
കണ്ടോ പ്ലീറ്റ് കണ്ടില്ലേ? ഇതുപോലെ ഇങ്ങനെ വെക്കുക. നല്ല വശമായിട്ടത് ഇതിങ്ങനെ വെച്ചിട്ട് നേരത്തെ പോലെ തന്നെ ഒരു പ്ലീറ്റ് ഇതിന്റെ മേലെ കൂടി ഇങ്ങനെ വെച്ചൊന്ന് പിൻ ചെയ്യാം. ഇങ്ങനെ വെച്ച് ഒന്ന് പിൻ ചെയ്യാം. ചെയ്യുമ്പോൾ നമ്മളിപ്പോ ലൈനിങ് തുണിമേലോ ചെയ്യണേ. ഇപ്പൊ ലൈനിങ് തുണി ഇനി വലിച്ചു പിടിച്ചോളട്ടെ, അല്ലെങ്കിൽ ചിലപ്പോ ചുരുണ്ടു പോകും. ഇവിടെ വീണ്ടും സെന്ററിലിട്ടോ അതോടൊപ്പം തന്നെ ഇതിങ്ങനെ അറ്റത്ത് നമ്മൾ ലൈനിങ് തുണി എവിടെയാണോ ഉള്ളത് നോക്കാം. ഇതെവിടെ വരണം എന്ന് നോക്കിയിട്ട് അവിടേക്ക് ഇങ്ങനെ പിടിച്ചിട്ട് ഒരു പിൻ ചെയ്യാം. അതുപോലെ തന്നെ അടുത്തൊരു ബീറ്റ് എടുക്കാം. ഇവിടെ ഒരു സൂചി കുത്താം. അതുപോലെ തന്നെ ഇങ്ങനെ പിടിച്ച് ഇവിടെയും ഒരു സൂചി കുത്താം. ഒരു സൂചി കുത്തിയില്ലേ? കുത്തി ഇത് കഴിഞ്ഞ് താഴെയും ഇങ്ങനെ തന്നെ പിടിച്ച് താഴെ ഒരു സൂചി കുത്താം. കണ്ടോ? ഇങ്ങനെ നമ്മൾ എടുത്തു. ഇവിടെ ഒരു 5 പ്ലീറ്റ് ഇട്ടു, ഇവിടെ 1 2 3 ഇവിടെ 5 പ്ലീറ്റ് ഇട്ടു. വേണമെങ്കിൽ ഫുള്ള് ഇടണമെങ്കിൽ ഫുള്ള് ഇടാം. ഞാനിപ്പോൾ ഫുള്ള് ഇടണില്ല. ഞാനിപ്പോൾ 2 സൈഡിലേക്കും 5 പ്ലീറ്റ് എന്ന രീതിയിൽ ഇട്ടു. ഇനി ഇത് ഒന്ന് അയൺ ചെയ്യാം. അയൺ ചെയ്തിട്ട് നമ്മളുടെ ഈ ലൈനിങ് തുണി ഉണ്ടല്ലോ അതിന്റെ ഷേപ്പിന് മൊത്തം അടിച്ചെടുക്കുക ചെയ്യണത്. നമുക്കിനി ആദ്യം നമുക്കിത് അയൺ ചെയ്ത് കൊണ്ടുവരാം, എന്നിട്ട് ബാക്കി കാട്ടിത്തരാം. ഞാനിത് അയൺ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്കിത് സ്റ്റിച്ച് ചെയ്യണമല്ലോ. സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഞാനിപ്പോൾ ചെയ്യാൻ പോണ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ലൈനിങ് തുണി എവിടെ വരണ അവിടെ വെച്ച് ഞാനൊരു പിൻ കുത്തി കൊടുക്കാണ്. ഇതിന്റെ ലൈനിങ് തുണിയുടെ അടിവശം വരുന്നത് ഇവിടെയാണ്. ഇവിടെ ഞാനൊരു പിൻ കുത്തി കൊടുത്തു. സെന്റർ വരുന്നത് ഇവിടെയാണ്. ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ മാത്രം കുത്തിയാൽ മതി. എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് കുത്തി വെക്കണം എന്നുള്ളൂ. കുത്തി വെച്ചു. ഇത്ര മാത്രമേ നമുക്ക് ഈ ടോപ്പിൽ ചെയ്യാനുള്ളൂ. പിന്നെ വളരെ സിമ്പിൾ മെത്തേഡ് എന്ന രീതിയിൽ ഞാൻ ലൈനിങ് വെച്ച് മറച്ചടിക്കുക ചെയ്യണം. നെക്ക് ഞാൻ പേപ്പർ ഷീറ്റിൽ വരയ്ക്കും. എന്നിട്ട് ലൈനിങ്, അതായത് ആം ഹോളിന്റെ ഇവിടത്തോളം വരെ ജസ്റ്റ് ഇത്രയും മാത്രം ലൈനിങ് ഞാൻ വെക്കുന്നുള്ളൂ. കാരണം ഓൾറെഡി ലൈനിങ് തുണിയിലാണ് ഇതിപ്പോ ചെയ്തേക്കുന്നത്. ഞാൻ സിമ്പിളായിട്ട് ആം ഹോളും സ്ലീവ്ലെസ് ആണ് ഇപ്പൊ ചെയ്യുന്നത്. അപ്പൊ ആം ഹോളും അതുപോലെ തന്നെ നെക്കും മറച്ചടിക്കാൻ വേണ്ടി മാത്രം ഞാനിപ്പോ ഇത് എടുക്കുകയാണെന്ന് വിചാരിക്കും. ഇത് ഇത്ര മാത്രം, അതായത് ഇത് എടുക്കിയത്. ഇതാണ് നമ്മുടെ ബാക്ക് സൈഡിന് വേണ്ടി ഞാൻ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന തുണിയാണ്. കണ്ടില്ലേ? ഇതിപ്പോ ബാക്ക് സൈഡിന് മൊത്തം കവർ ചെയ്യാൻ ബാക്ക് സൈഡിന്റെ ആണ്.
ഇനി എടുക്കാൻ പോകുന്നത് ഇത്ര മാത്രമേ ലൈനിങ് തുണി ഞാൻ എക്സ്ട്രാ പീസ് എടുക്കുന്നുള്ളൂ. എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആം ഹോളും ഈ നെക്കും മറച്ചടിക്കാൻ വേണ്ടി മാത്രം. ഞാൻ പറഞ്ഞത് മനസ്സിലായെന്ന് വിചാരിക്കണേ. നമുക്ക് ആ ഒരു പീസും കൂടി കട്ട് ചെയ്തെടുക്കാം. ഇതെന്റെ ബാലൻസ് വന്നൊരു തുണിയാണ്. അതിനെ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ വെച്ച് ഞാൻ കട്ട് ചെയ്തെടുക്കാണ്. ഇതിന്റെ സെന്റർ അടയാളപ്പെടുത്തണം. നെക്കിന്റെ വിഡ്ത്ത് എവിടെ വരുന്നുള്ളതാണ് പിന്നെ അടയാളപ്പെടുത്തേണ്ടത്. കണ്ടില്ലേ, ഇതാണ് ഫ്രണ്ടിലേക്കുള്ള എന്റെ തുണി. ഇത് നെക്കിന്റെ സെന്റർ, ഇത് നെക്കിന്റെ വിഡ്ത്ത്. ഇനി അടിവശം തേരായതുകൊണ്ട് എനിക്ക് മടക്കിയടിക്കേണ്ടി വരുന്നില്ല. അല്ലാന്നുണ്ടെങ്കിൽ ഇത് മടക്കിയടിക്കണം. അടുത്ത് നമുക്ക് ക്യാൻവാസിൽ പേപ്പർ ക്യാൻവാസ് എന്നൊക്കെ പറയും. നമുക്കിനി അതാണ് അടുത്ത് ചെയ്യേണ്ടത്. നമ്മൾ നെക്ക് കട്ട് ചെയ്യാനാണ് പോകുന്നത്. നമുക്ക് നെക്ക് വെടുത്ത് നമുക്ക് 3 ഇഞ്ചാണല്ലോ കിട്ടിയേക്കണേ. ഇവിടെ ഒരു 4 ഇഞ്ച് വരത്തക്ക രീതിയിൽ നമ്മൾ മടക്കാണ്. അപ്പൊ എവിടെ 4 ഇഞ്ച് വരണേന്ന് നോക്കിയേ, ഇത്ര മാത്രം മതി. ആ ഒരു രീതിയില് ഞാൻ ഇതിനിങ്ങനെ മടക്കാണ്. കണ്ടാ, 4 ഇഞ്ച് മാത്രമേ നമുക്ക് വരുന്നുള്ളൂ. കാരണം 3 ഇഞ്ച് നെക്ക് വെടുത്തിന് 1 ഇഞ്ച് എക്സ്ട്രാ വന്ന് വെച്ചേക്കുന്നത്. 1 ഇഞ്ച് വേണമെന്നില്ല, 3/4 ഇഞ്ച് മാത്രം എക്സ്ട്രാ മതി. ഞാൻ ജസ്റ്റ് ഒന്നിങ്ങനെ സ്കെയിൽ കൊണ്ട് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് വരച്ചു. എന്നിട്ട് ഞാനിവിടെ 3 ഇഞ്ച് അടയാളപ്പെടുത്തി. എന്നിട്ട് താഴെയും ഇതുപോലെ തന്നെ നമ്മൾ ഇറക്കത്ര കൊടുക്കണേ. നെക്ക് ഡെപ്ത് 6.25 ആണല്ലോ. യെസ്, 6.25 എവിടെ വരണേന്ന് ഞാൻ നോക്കി. 6.25 അടയാളപ്പെടുത്തി 3 ഇഞ്ച് ഇങ്ങനെ വെച്ചു. അപ്പൊ നമുക്ക് സ്ക്വയർ പോലെ എടുക്കണമെങ്കിൽ എടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഈ പോയിന്റിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് ഇങ്ങോട്ട് വരച്ചാലും മതി. ഞാൻ ജസ്റ്റ് ഒന്ന് സ്ക്വയർ പോലെ എടുത്ത് ഒരു ബോക്സ് പോലെ ആക്കി കാട്ടി തരാണ്. ഇങ്ങനെയാണ് വരുന്നത്. അല്ലെങ്കിൽ ഈ പോയിന്റിൽ നിന്ന് കറക്റ്റ് ഈ പോയിന്റിലേക്ക് വരച്ചാലും മതി. വീനെക്ക് ആയതുകൊണ്ട് ഞാൻ ഈ പോയിന്റിൽ നിന്ന് നേരെ സെന്ററിലേക്ക് ഇങ്ങനെ വരച്ചെടുക്കാണ് ചെയ്യുന്നത്. മനസ്സിലായോ? എന്നിട്ട് നമുക്കിത് കട്ട് ചെയ്യണ്ടേ. കട്ട് ചെയ്തെടുക്കാനായിട്ട് എക്സ്ട്രാ 1 ഇഞ്ച് എന്ന രീതിയിൽ ഇങ്ങനെ നീക്കിയിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം. മനസ്സിലായില്ലേ? ഇതാണ് നമ്മുടെ വീനെക്ക്. ഇതിൽ എക്സ്ട്രാ വേറെ ഒന്നും പ്രത്യേകിച്ച് ചെയ്യാനില്ല. എടുത്ത് 3 ഇഞ്ചാണ് ആവശ്യം. 1 ഇഞ്ച് എക്സ്ട്രാ കൂട്ടി 4 ഇഞ്ച് എടുത്തു. ജസ്റ്റ് സ്ട്രെയിറ്റ് ആയിട്ട് ഞാൻ ഒരു വര വരച്ചു. നെക്കിന്റെ വിഡ്ത്ത് 3 ഇഞ്ച്. നെക്കിന്റെ ഡെപ്ത് ഞാൻ 6.25 തന്നെയാട്ടോ കൊടുക്കുന്നേ. കണ്ട, കറക്റ്റിൽ നോക്കി ഇവിടെയും 3 ഇഞ്ച് തന്നെ വന്നു. മനസ്സിലായില്ലേ?
ഈ വരച്ചതിന് നമ്മളൊരു 1/4 ഇഞ്ചോ അല്ലെങ്കിൽ 1 ഇഞ്ചോ നീക്കിയിട്ട് ജസ്റ്റ് ഇതേപോലെ തന്നെ ഇങ്ങനെ വെട്ടിയെടുക്കുക ചെയ്യണം. കണ്ട, ഇതിങ്ങനെ തന്നെ നമ്മൾ വെട്ടിയെടുക്കും. ഒരു 1/4 ഇഞ്ചോ അല്ലെങ്കിൽ 1 ഇഞ്ച്, 1 ഇഞ്ച് കൂടാൻ പാടില്ല കേട്ടോ. 1/4 ഇഞ്ച് മതിയാവും, ഇല്ലാന്നുണ്ടെങ്കിൽ 1 ഇഞ്ച് എടുക്കാം. നമ്മൾ ഇതിന്റെ സെന്റർ അടയാളപ്പെടുത്താണ്. നമുക്ക് ഇതിന് വേണമെങ്കിൽ എക്സ്ട്രാ ഒരു പീസ് നമുക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. ബാക്കിലേക്കുള്ള തുണി നമ്മൾ ഇനി കട്ട് ചെയ്ത് വെച്ചു. ഇപ്പൊ നല്ല തുണി ലൈനിങ് തുണിയായി. ഇത് ഫ്രണ്ടിലേക്ക്, അതിനെ മറച്ചടിക്കാൻ വേണ്ടി ഒരു പീസ്, പിന്നെ 2 നെക്ക്. ഇത്ര മാത്രമാണ് നമുക്ക് ഫ്രണ്ടിലേക്ക് ആവശ്യമുള്ളൂ. ഇനി നമുക്ക് ബാക്കിലേക്കുള്ളത്. ഇനി നമുക്ക് സ്കേർട്ടിന്റെ കട്ട് ചെയ്യാം. അടുത്തത് സ്കേർട്ടാണ്. സ്കേർട്ട് 0 to 1, അതായത് സ്കേർട്ടിന്റെ ഇറക്കം നമുക്ക് 29 ആവശ്യം. അതിനോട് തയ്യൽ തുമ്പ് അടക്കം കൂട്ടി നമുക്ക് 31 ഇഞ്ച് വേണം. അത് സ്കേർട്ടിന്റെ വെഡ്ത്താണ് 0 to 2. നമുക്ക് ടോപ്പിന് നമ്മൾ 0 to 2 നമുക്ക് എത്രയാണ് കിട്ടിയത്? 10.4. അതിന്റെ 2 ഇരട്ടിയായിട്ട് വേണം നമുക്ക് സ്കേർട്ടിന് ഒരു സൈഡിലേക്ക് മാത്രമായിട്ട് നമുക്ക് വെടുത്തെടുക്കാനായിട്ട്. അതായത് ഫ്രണ്ടിൽ ഇപ്പൊ റൈറ്റ് സൈഡിലേക്ക് മാത്രമായിട്ട് നമുക്ക് എത്ര കിട്ടുമെന്ന് വെച്ച് കഴിഞ്ഞാല് ടോപ്പിന് 0 to 2 നമുക്ക് 10.4, അതിന്റെ 2 ഇരട്ടി എന്ന രീതിയിൽ 20 നമുക്ക് ഫ്രണ്ടില് റൈറ്റ് സൈഡിലേക്ക് മാത്രമായിട്ട് കിട്ടും. ലെഫ്റ്റ് സൈഡിലേക്ക് കൂടി ആവുമ്പോൾ മൊത്തം 20 + 20 എന്ന രീതിയിൽ മൊത്തം 41 ഇഞ്ച് മൊത്തം ഫ്രണ്ടിലേക്ക് മാത്രമായിട്ട് വരും. അപ്പൊ ഫ്രണ്ടും ബാക്കും കൂടി നമുക്ക് 82 ഇഞ്ചോളം നമുക്ക് തുണിക്ക് വീതി വേണ്ടി വരും. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ അതിന് ലൈനിങ് തുണിയും കൂടി കട്ട് ചെയ്തിട്ടുണ്ട്. ക്ലാസ്സിലേക്ക് കിടക്കും. നിങ്ങൾ ഈ മിനിറ്റ്സ് ഉള്ള ഭാഗം ഈ തുണിയിൽ വെച്ച് അയൺ ചെയ്താലും മതി. അല്ലെങ്കിൽ ഇതിങ്ങനെ വെച്ചിട്ട് ഈ സൈഡ് ഇങ്ങനെ മടക്കി ഒരു സ്റ്റിച്ച് കൊടുക്കാം. കണ്ടോ, ഫ്രണ്ടും ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുത്തു. നല്ല തുണിയുടെ നല്ല വശത്ത് ലൈനിങ് തുണി വെക്കുക. എന്നിട്ട് ഇങ്ങനെ മൊത്തം ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് എടുക്കാം. മനസ്സിലായില്ലേ? ഈ സൈഡും ആം ഹോളും സ്റ്റിച്ച് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതിൻ്റെ സെൻറ്ററിലേക്ക് ഇതിങ്ങനെ വെക്കുക. സെൻറ്റർ കറക്റ്റായിട്ട് ഇങ്ങനെ വെക്കുക. എന്നിട്ട് ഇവിടുന്ന് നേരെ താഴെ വരെ, ഇവിടത്തോളം വരെ ഈ നെക്കിന് നമ്മൾ വരച്ചേക്കുന്നതിൻ്റെ മേലേക്കോടെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. കാലിഞ്ച് ഗ്യാപ്പിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെ ചെരിച്ച് ഇങ്ങനെ കട്ട് ചെയ്യാം. ചെയ്തിട്ട് ഈ കോർണർ ആവുമ്പോൾ ഒന്ന് അടുപ്പിച്ച് 2-3 സ്റ്റിച്ച് കൊടുക്കുക. കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, നമ്മൾ സ്റ്റിച്ച് ചെയ്തേക്കണമേ കൊണ്ട് സ്റ്റിച്ച് വിട്ടു പോകാൻ ഇടവരരുത്. എന്നിട്ട് ഇതിനിങ്ങനെ മറയ്ക്കുക. എന്നിട്ട് നമ്മളിത് ഇപ്പം അടിക്കണില്ല, നമ്മൾ ഫ്രണ്ടിലത്തെ നെക്കും കൂടിയും ചെയ്തതിന് ശേഷം ഇത് മറച്ചടിക്കുള്ളൂ. നമുക്കിനി ഫ്രണ്ട് ചെയ്യാം. എന്താ, നമ്മൾ അയൺ ചെയ്ത് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് മൊത്തത്തിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഞാൻ ഇപ്പൊ ബാക്ക് സൈഡാണ് എടുക്കുന്നത്. എന്നിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം.
സൈഡും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ പിന്നൊക്കെ ഞാൻ ഊരിയെടുക്കാണ്. അങ്ങനെ ഞാൻ എല്ലാ സൂചിയും ഞാൻ ഊരിയെടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഫ്രണ്ട് മൊത്തത്തിൽ നമ്മൾ വെട്ടിയെടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ നെക്ക്. അതുപോലെ തന്നെ എക്സ്ട്രാ ലൈനിങ് തുണി എടുത്തേക്കുന്നത്. ഇതിന്റെ അടിവശം തേരായതുകൊണ്ട് ഞാൻ മടക്കി അടിക്കുന്നില്ല. ഇല്ല എന്നുണ്ടെങ്കിൽ ഇത് മടക്കി അടിക്കണം. ഇതിപ്പോ ഒന്നും ചെയ്യണില്ല. ഞാൻ ഇതിപ്പോ ഇങ്ങനെ തന്നെ വെച്ച് അയൺ ചെയ്തു. ഇതിന്റെ സെന്റർ എവിടെ വരണേന്ന് നോക്കാം. ഇതിന്റെ സെന്റർ ഒപ്പത്തിനൊപ്പം ഇങ്ങനെ വെച്ചു. കണ്ടോ? എന്നിട്ട് ഇതും ഒപ്പത്തിനൊപ്പം ഇങ്ങനെ വെച്ചു. മനസ്സിലായില്ലേ? ഇങ്ങനെ ഒപ്പത്തിനൊപ്പം ഇങ്ങനെ സെന്ററിലാക്കി വെച്ച് ഒരു പിൻ വേണമെന്നുണ്ടെങ്കിൽ കുത്താം. ഇങ്ങനെ ഒരു പിൻ കുത്തി രണ്ട് സൈഡിലും ഞാൻ പിൻ കുത്തി. എന്നിട്ട് ഞാൻ സെന്ററിൽ കൂടെ ഇവിടത്തോളം വരെ ഞാൻ ഒരു സ്റ്റിച്ച് കൊടുക്കണം. ഈ നെക്ക് എങ്ങനെയാണോ വരച്ചേക്കണത് അതിന്റെ മേലെ കൂടെ സ്റ്റിച്ച് ചെയ്യാം. ഇതിങ്ങനെ കട്ട് ചെയ്യും. എന്നിട്ട് നമ്മൾ ഈ കോർണറിലേക്ക് ആ സ്റ്റിച്ചിനോട് ചേർത്തി ഒന്ന് വെട്ടി. സ്റ്റിച്ചുമ്പോ കൊള്ളരുത്. ബാക്കിയുള്ളത് ഇങ്ങനെ ചെരിച്ച് നമ്മൾ അവിടേക്ക് ആയിട്ട് ഓരോ സ്റ്റിച്ച് കൊടുത്തു. ഈ ഒരു കാര്യം കൂടി ചെയ്യാനുണ്ടായിരുന്നു, വിട്ടുപോയി. ആം ഹോളും ഷോൾഡറും കൂട്ടി അടിക്കണം. ഷോൾഡർ അടിക്കണ്ട, ആം ഹോൾ അടിക്കണം. ഇത് അപ്പുറത്തേക്ക് മറച്ചെടുക്കണം. ഇങ്ങനെ നമ്മൾ ഈ ഷോൾഡറിന്റെ ഉള്ളിക്കോടെ ഇങ്ങനെ കൈയിട്ട് ഇത് ഇപ്പുറത്തേക്ക് ഞാൻ മറച്ചെടുത്തു. നമ്മൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് ഒന്നെങ്കിൽ അയൺ ചെയ്യാം, അല്ലെങ്കിൽ ഇവിടെ ജസ്റ്റ് ഒന്ന് ബട്ടനെ ഒരു സ്റ്റിച്ചും കൂടി കൊടുക്കാം. ഞാനിപ്പോ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാല് ഇതൊക്കെ ഇങ്ങനെ സ്ട്രെയിറ്റ് ആക്കി എല്ലാം നേരെ ഇങ്ങനെ വെച്ചിട്ട് സെന്ററിൽ കൂടെ ഒരു സ്റ്റിച്ച് ഇങ്ങനെ കൊടുക്കാണ്. മുമ്പ് ഞാനിത് ആയിന്ന് തന്നെ ഒന്ന് പതിച്ചടിക്കാം കേട്ടോ. നെക്ക് ആയിന്ന് തന്നെ ഞാനൊന്ന് പതിച്ചടിക്കുകയാണ്. എന്നിട്ട് ഒന്നെങ്കിൽ അയൺ ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ അയൺ ചെയ്യണം, എപ്പോഴും അയൺ ചെയ്യണം. ഇങ്ങനെ അയൺ ചെയ്തിട്ട് ഒരു ഡിസൈൻ എന്ന രീതിയിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്കിത് ഇങ്ങനെ വെച്ചടിക്കാം. പിന്നെ നേരെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഒരു സ്ക്വയർ പോലെ എന്ന രീതിയിൽ വേണമെന്നുണ്ടെങ്കിൽ കൊടുക്കാം. ഇത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. അടുത്തത് നമുക്ക് ചെയ്യേണ്ടത്, നമുക്കിപ്പോൾ ഓൾറെഡി ഫ്രണ്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഒന്ന് താഴെ സ്റ്റിച്ച് ചെയ്തു, രണ്ട് സൈഡും എല്ലാവരും സ്റ്റിച്ച് ചെയ്തെടുത്തു. ബാക്ക് സൈഡ് ആണെങ്കിൽ നമ്മൾ ഈ ഷോൾഡർ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്, നെക്കിന്റെ ഇവിടെയും സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. വേറെ നമ്മളൊന്നും ചെയ്തിട്ടില്ല. ഇനി എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മറച്ചടിക്കാണ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമ്മൾ ഈ ലൈനിങ് തുണിനെ നമ്മൾ ഇങ്ങനെ പതുക്കെ ഇങ്ങനെ മുകളിലേക്ക് ആക്കി വെച്ചിട്ട്, ഇതാണ് നമ്മുടെ ഫ്രണ്ട് അല്ലേ, ഈ ഫ്രണ്ട് ഇങ്ങനെ ആക്കാം. ഇത്
നല്ല തുണിയും ഒരുമിച്ച് വരത്തക്ക രീതിയിലേക്ക് ആക്കിയിട്ട് ഇതിനെ ഈ ഷോൾഡറിന്റെ ഉള്ളിക്കൂടെ നമ്മൾ മുകളിലേക്ക് ഇങ്ങനെ കടത്തി. ഞാൻ ഇതിനു മുൻപ് ഇൻവിസിബിൾ ഷോൾഡർ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇതിനു മുൻപേ വേറെ ചെയ്തിട്ടുണ്ട്. എല്ലാവരും അതൊന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കാം. അപ്പൊ ഒന്നുകൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാകും. അതേപോലെ തന്നെ ഈ ഷോൾഡറും ഇതിൻ്റെ ഉള്ളിക്കൂടെ കയറ്റി ഇപ്പുറത്തേക്ക് എടുക്കാം. മനസ്സിലായോ? കണ്ട, ഇങ്ങനെ എടുക്കുമ്പോ വെച്ച് കഴിഞ്ഞാലേ ഇതാണ് നല്ല വശവും ഇത് നല്ല വശവും തമ്മില് ഇങ്ങനെ വന്നു. മനസ്സിലായോ? ഇങ്ങനെ കയറ്റി വെച്ച് എന്നിട്ട് നിങ്ങൾ ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇവിടെ ഒരു പിൻ കുത്തി നോക്കാം. ഇങ്ങനെ ഒരു പിന്നെടുക്കാം. പിന്നെടുത്ത് രണ്ട് ഷോൾഡറുകൾ തമ്മിൽ ഒരുമിച്ച് ഇങ്ങനെ വെക്കുക. വെച്ചില്ലേ? വെച്ചിട്ട് ഇവിടെ ജസ്റ്റ് ഒരു പിൻ കുത്തി നോക്കാം. എന്താ, ഞാനിപ്പോ ഇതൊരു പിൻ കുത്തി. എന്നിട്ട് ഞാൻ ഇതിന് ഇങ്ങനെ മറയ്ക്കുകയാണ്. കണ്ട, മറയ്ക്കുമ്പോ കറക്റ്റായിട്ട് നല്ല വശം തമ്മിൽ വന്നേക്കണണ്ട. അപ്പൊ ഇത് കറക്റ്റാണ്. അപ്പൊ ഞാൻ ഇതിങ്ങനെ ഒന്നും കൂടി ഇങ്ങനെ ആക്കിയിട്ട് ആ പിന്നൂരി കറക്റ്റായിട്ട് ഒപ്പത്തിനൊപ്പം വെച്ച് ഞാൻ മര്യാദയ്ക്ക് ആക്കി ഒരു പിൻ കുത്തി കൊടുക്കുക അല്ലെങ്കിൽ സ്റ്റിച്ച് ചെയ്യുകയോ ചെയ്യാം. ഇറക്കി ഇവിടെ ഒരു പിൻ കുത്തി കൊടുക്കാം. എന്നിട്ട് നമുക്കിത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. 1/2 ഇഞ്ചോ അല്ലെങ്കിൽ 1/4 ഇഞ്ച് എത്രയാണ് ഷോൾഡറിന് കൊടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാല് ആ ഒരു ഗ്യാപ്പ് ഇട്ട് നമ്മൾക്ക് ഒരു സ്റ്റിച്ച് കൊടുക്കാം. ഡബിൾ സ്റ്റിച്ച് കൊടുക്കണം കേട്ടോ. നല്ല വശം തമ്മിൽ നമുക്ക് ഇങ്ങനെ തിരിച്ചിങ്ങെടുക്കാം. ഇത് കണ്ടില്ലേ, നല്ല ഭംഗിയില് നമുക്ക് ഷോൾഡർ കിട്ടിയത്. കണ്ട, ബാക്ക് സൈഡ് കാട്ടിത്തരാണ്. ബാക്ക് സൈഡ് നമുക്ക് നല്ല വൃത്തിയിൽ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇനി നെക്കും അതുപോലെ തന്നെ ആം ഹോളും പതിച്ചടിക്കാം. പോലെ ആം ഹോളും കൂടി പതിച്ചടിക്കാം. അങ്ങനെ നമ്മുടെ ടോപ്പ് പോർഷൻ റെഡി ആയിട്ടുണ്ട്. നല്ല ഭംഗിയില് നമുക്ക് കിട്ടിയില്ലേ? യെസ്, കണ്ടില്ലേ നമ്മുടെ ടോപ്പ്. ഇനി സ്കേർട്ടാണ് ഉള്ളത്. അങ്ങനെ നമ്മുടെ ടോപ്പ് പോർഷൻ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് സ്കേർട്ടിനുള്ള തുണി എടുക്കാം. ഞാൻ ഇപ്പൊ സാരിയിൽ നിന്ന് എടുത്ത തുണി ആയതുകൊണ്ട് ഞാൻ ഇതിന്റെ 3 സൈഡും സ്റ്റിച്ച് ചെയ്തത് മടക്കി അടിച്ചിട്ടുണ്ട്. ഇവിടെയും ഞാനൊന്ന് മടക്കി അടിച്ചു, ഈ സൈഡും മടക്കി അടിച്ചു. അതുപോലെ തന്നെ ഞാൻ ഇപ്പുറത്തും മടക്കി അടിച്ചിട്ടുണ്ട്. കാരണം പിന്നി ഇരിക്കാനാണ്. ഇനി പിന്നി പോണ തുണികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ എപ്പോഴും 3 സൈഡും മടക്കി അടിക്കുന്നത് തന്നെയാണ് എന്തുകൊണ്ടും നല്ലത്. ഇത് മൊത്തം എന്തോരം ഉണ്ടെന്ന് ഞാൻ അളന്ന് നോക്കാണ്. ഇതിപ്പം നമുക്ക് മൊത്തം വരുന്നത് ഇവിടുന്ന് ഇവിടത്തോളം വരെ എന്ന് പറയുന്നത് 18 ഇഞ്ചാണ്. അപ്പൊ അതായത് ഒരു സൈഡില് എനിക്ക് 9 ഇഞ്ചോളാണ് എനിക്ക് കിട്ടിയേക്കുന്നത്. അത്രയും ഇതിലേക്ക് നമുക്ക് ഈ സ്കേർട്ടിന്റെ തുണിയെ നമുക്ക് ചുരുക്കിയെടുക്കണം. ഇനി നമുക്ക് ചെറിയ ചെറിയ പ്ലീറ്റ് ഇട്ടിട്ട് നമുക്ക് ഈ ഒരു സൈഡ് നമ്മൾക്ക് 9 ഇഞ്ചാണെന്ന് പറഞ്ഞല്ലോ. 9 ഇഞ്ചിന് നമുക്ക് എന്തോരം ഉണ്ടെന്ന് നമുക്ക് ആദ്യം അളന്ന് നോക്കാം. നമുക്കിത് വരുന്നത് ഒരു സൈഡിലേക്ക് മാത്രമായിട്ട് ഇതിപ്പോ 21.5 ഇഞ്ച് ഉണ്ട്. ആ 21.5 ഇഞ്ചിന് നമുക്ക് 9 ഇഞ്ചാക്കി ചുരുക്കണം. അപ്പൊ ഞാൻ ചെറിയ പ്ലീറ്റുകളാണ് ഇടുന്നത്. ഇതിപ്പോ തുണിയുടെ നല്ല വശമാണ്. ആദ്യം തന്നെ 2 ഇഞ്ചോളം നമുക്ക് വെറുതെ സ്റ്റിച്ച് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ചെറിയൊരു പ്ലീറ്റ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് കുത്തി നിർത്തി കുറച്ച് നീക്കിയിട്ട് വീണ്ടും ചെറിയ പ്ലീറ്റ്, നമ്മൾ പിറ്റിക്കൊണ്ട് പ്ലീറ്റ് ഇടില്ല അതുപോലെ
വീണ്ടും കുറച്ച് നീക്കിയിട്ട് വീണ്ടും ചെറിയ പ്ലീറ്റ് ഇട്ട് കൊടുക്കാം. ഇതിപ്പോ എന്തോരം നമുക്ക് അളന്ന് നോക്കാം. ഇതിപ്പോ കറക്റ്റ് ഈ കുത്തി നിർത്തിയേക്കണത് വെച്ച് വരുമ്പോ ഏകദേശം ഒരു 9 ഇഞ്ചോളം നമുക്ക് വന്നിട്ടുണ്ട്. ബാക്കിയുള്ള ഇവിടെ അറേഞ്ച് ചെയ്ത് നമുക്ക് റെഡിയാക്കാം. ഇതിപ്പോ മൊത്തം ഇപ്പൊ സ്റ്റിച്ച് ചെയ്തേക്കുന്നിടത്തോളം വരെ നമുക്ക് ഇപ്പൊ ഏകദേശം ഒരു 10 ഇഞ്ച് കൂട്ടിക്കോ, 10 ഇഞ്ച് ഉണ്ട്. ബാക്കി നമുക്ക് മൊത്തം 18 ഇഞ്ച് മതി. ബാക്കിയുള്ളതിന് ഇതുപോലെ തന്നെ നമുക്ക് പ്ലീറ്റ് ഇട്ട് റെഡിയാക്കി എടുക്കാം. നമുക്ക് മൊത്തം 18 ഇഞ്ചാണ് ആവശ്യം. ഇതിപ്പോ ഏകദേശം ഇനി ബാലൻസ് 24 ഇഞ്ചോളം ഉണ്ട്. നമ്മൾ ഈ ഒരു സൈഡ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഇതാണെന്ന് നോക്കാം. എന്തോരം ഉണ്ടെന്ന് നമുക്ക് ഇതാണെന്ന് നോക്കാം. ഇതിപ്പോ ഏകദേശം ഒരു 18 ഇഞ്ചോളം വന്നിട്ടുണ്ട്. ആ ഒരു 1/4 ഇഞ്ച് കൂടി നമുക്ക് ഇവിടെ എവിടെയെങ്കിലും ഒരു സ്റ്റിച്ച് വിടിയിച്ചിട്ട് കയറ്റി അടിച്ച് നമുക്കത് കറക്റ്റ് 18 ഇഞ്ചിന്റെ രീതിയിലേക്ക് ചുരുക്കിയെടുക്കാം. ഇതിപ്പോ നല്ല തുണിയാണ്. ഇനി ലൈനിങ് തുണിയുണ്ട്. ലൈനിങ് തുണി ഇതേപോലെ തന്നെ ഇതിന്റെ സെന്റർ കണ്ടുപിടിക്കുക. സെന്റർ കണ്ടുപിടിച്ചിട്ട് ഇവിടെയാണ് സെന്റർ വരുന്നത്. സെന്റർ കണ്ടുപിടിച്ച് അടയാളപ്പെടുത്തി ഇതേപോലെ തന്നെ ലൈനിങ് തുണിക്ക് അത്രയും വീതി ഇല്ല കേട്ടോ. അപ്പൊ എന്ത് ചെയ്യണം, ചെറിയ പ്ലീറ്റ് ഇടുന്ന നമ്മള് പെറ്റിക്കോട്ടിന് ഇട്ട പോലെ ചെറിയ പ്ലീറ്റ് അവിടെ ഇവിടെയായിട്ട് മാത്രം ഇട്ട് നമുക്കിത് ചുരുക്കിയെടുക്കാം. അങ്ങനെ ഇത് മൊത്തം 18 ഇഞ്ച് ഉണ്ട്. ഇനി നമുക്ക് നല്ല തുണിയായിട്ട് ഇത് അറ്റാച്ച് ചെയ്യാം. നല്ല തുണിയുടെ ഇതാണ് നല്ല തുണി നല്ല വശം. ഇതിന്റെ ബാക്ക് സൈഡില് നമുക്ക് ലൈനിങ് തുണി വെക്കാം. ലൈനിങ് തുണി വെക്കുമ്പോൾ ലൈനിങ് തുണി അടിവശം മടക്കി അടിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൂടി ശ്രദ്ധിച്ചിട്ട് വേണം ലൈനിങ് തുണി വെക്കാനായിട്ട്. ഇതിങ്ങനെ ഒപ്പത്തിനൊപ്പം വെച്ചിട്ട് ഇതാണ് നല്ല വശം. ഇത് കൊള്ളില്ലാത്ത വശം. കൊള്ളില്ലാത്ത വശത്ത് വെച്ച് വേണം നമുക്ക് ലൈനിങ് തുണി അറ്റാച്ച് ചെയ്യാനായിട്ട്. സ്കേർട്ടും ടോപ്പും ഒപ്പത്തിനൊപ്പം ഇങ്ങനെ പിടിച്ചു. എന്നിട്ട് ഒരു 1/2 ഇഞ്ച് ഇറക്കി നമുക്കിത് സ്റ്റിച്ച് ചെയ്യാം. എക്സ്ട്രാ വരുന്ന ലൈനിങ് തുണിയൊക്കെ കട്ട് ചെയ്ത് കളയണം കേട്ടോ. ഞാൻ കട്ട് ചെയ്തിട്ടില്ല. അതൊക്കെ എല്ലാവരും ശ്രദ്ധിച്ചോളൂ. ഇങ്ങനെ വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ടോപ്പും അതുപോലെ സ്കേർട്ടിന്റെ നല്ല വശവും ഇങ്ങനെ ബാക്കിലേക്ക് ഇങ്ങനെ വലിച്ചിടണം. അല്ലാന്നുണ്ടെങ്കിൽ ഇത് ചുരുണ്ട് വരും. ചുരുണ്ട് വെച്ചാൽ എക്സ്ട്രാ തുണി വന്ന് കൂടുതൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരും. അത് എപ്പോഴും ശ്രദ്ധിക്കുക. ഇങ്ങനെ ഒപ്പത്തിനൊപ്പം വെച്ചിട്ട് ആദ്യം തന്നെ ലോക്ക് ഇടുക. ഇനി നമുക്കിത് ഡബിൾ സ്റ്റിച്ച് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇത് സ്റ്റിച്ച് ചെയ്തത് ശരിയായോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. എവിടെയെങ്കിലും കയറി വരെ അല്ലെങ്കിൽ എന്തെങ്കിലും ചുളിവ് പറ്റിയുണ്ടോ എന്ന് നോക്കാം. എനിക്ക് എവിടെയും കയറി വന്നിട്ടില്ലല്ലോ. ഇല്ല, എല്ലാം കറക്റ്റ് ആയിട്ട് തന്നെയാണ് സ്റ്റിച്ച് ചെയ്തേക്കുന്നത്. ഇതേപോലെ നമുക്ക് അപ്പുറത്തെ സൈഡും സ്റ്റിച്ച് ചെയ്യണം. നമുക്ക് ഇനി ആദ്യം തന്നെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് ഇവിടെ അടയാളപ്പെടുത്താം. 1.5 ഇഞ്ച് എന്ന് പറയുമ്പോൾ കറക്റ്റ് 1.5 അടയാളപ്പെടുത്തരുത്. 1.5ക്ക് തൊട്ട് മുൻപുള്ള ആ പോയിന്റ് ഇല്ലേ, അവിടെ വെച്ച് വേണം അടയാളപ്പെടുത്താനായിട്ട്. അങ്ങനെ നമുക്ക് കറക്റ്റ് വേസ്റ്റിന്റെ അവിടത്തോളം വരെ കറക്റ്റ് ഈ 1.5 ഇഞ്ചിന് മുൻപ് വരെയുള്ള ആ പോയിന്റ് വെച്ച് അടയാളപ്പെടുത്താം.
വേസ്റ്റ് വരെ നമുക്കിങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരണം. ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് കൊണ്ടുവരാം. എന്നിട്ട് അവിടുന്ന് നമ്മൾ ഈ പെറ്റിക്കോട്ടിനും ഇതിനൊക്കെ സ്റ്റിച്ച് ചെയ്ത പോലെ തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് പോവാം. ഇത് ചെയ്യേണ്ടത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് തയ്യൽ തുമ്പ് 1.5 ഇഞ്ചാണ് ഇട്ടേക്കുന്നത്. അതിന് 1.5 ഇഞ്ച് എന്നുള്ളതിന് 1.5 ഇഞ്ച് ആവണ്ട, അതിന് തൊട്ട് മുൻപത്തെ പോയിന്റ്, അതായത് ഇതാണ് 1.5 ഇഞ്ചെങ്കിൽ അതിന് തൊട്ട് മുൻപത്തെ പോയിന്റ് ഇല്ലേ, അവിടെ വെച്ച് ഒരു വര വരയ്ക്കാം. അപ്പൊ ഒരു പോയിന്റ് കൂടുതൽ നമ്മുടെ അളവ് വരും. അപ്പൊ നമുക്ക് അങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അങ്ങനെ ഇവിടുന്ന് ഇവിടത്തോളം വരെ ഞാൻ അടയാളപ്പെടുത്തി. എന്നിട്ട് ഈ പോയിന്റ് ഉണ്ടല്ല, നമ്മുടെ ടോപ്പും സ്കേർട്ടും തമ്മിൽ ജോയിൻ ചെയ്ത് ഈ പോയിന്റ് എപ്പോഴും ഒരുമിച്ച് ഇങ്ങനെ വരണം. ഒരുമിച്ച് ഈ 2 പോയിന്റ് നമ്മൾ ഒരുമിച്ച് വരണം. അതിന് വേണ്ടി നമുക്ക് ഈ 2 പോയിന്റും ഇങ്ങനെ ഒപ്പത്തിനൊപ്പം ഇങ്ങനെ പിടിക്കുക. പിടിച്ചിട്ട് നമ്മുടെ 1.5 ഇഞ്ച് ഇവിടെയാണല്ലോ വരണേ, അത് കറക്റ്റ് അല്ലേ എന്ന് നോക്കിയിട്ട് ഇങ്ങനെ പിടിച്ച് കറക്റ്റ് അല്ലേ എന്ന് നോക്കി നമുക്കൊന്ന് പിൻ ചെയ്യാം. കണ്ട, ഇങ്ങനെ വെച്ച് പിൻ ചെയ്തെടുക്കാം. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. ഷോൾഡറുകള് ആം ഹോള് ഒപ്പത്തിനൊപ്പം ഇങ്ങനെ വെക്കുക. സ്ലീവ് വെക്കുന്നത് അടുത്ത സ്ലീവ്ലെസ് ടോപ്പാണ്. അത് കഴിഞ്ഞിട്ടുള്ള വീഡിയോയിൽ സ്ലീവ് വെക്കുന്ന വിധം ഞാൻ കാട്ടിത്തരാം. അത് കഴിഞ്ഞിട്ട് ഒരു ചുരിദാർ ടോപ്പാണ് സ്റ്റിച്ച് ചെയ്യുന്നത്, അതിൽ എങ്ങനെ സ്ലീവ് അറ്റാച്ച് ചെയ്യുന്നത് കാട്ടിത്തരാം. അതുപോലെ തന്നെ ഈ ജോയിന്റ് ചെയ്ത് ഈ ഭാഗം മുകളിലേക്ക് വേണ്ട വെക്കാനായിട്ട്, താഴ്ഭാഗത്തേക്കല്ല, ഇത് മുകൾ ഭാഗത്തേക്ക് വേണം വെക്കാനായിട്ട്. വെച്ചിട്ട് വേണം നമുക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട്. കറക്റ്റ് ഞാൻ ഇവിടത്തോളം വരെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് ഞാൻ കെട്ടിട്ട് നിർത്തി. ഇനി നമുക്ക് ചെയ്യേണ്ടത്, നമ്മൾ വേസ്റ്റ് വരെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞില്ലേ, ഇനി ചെയ്യേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ നിന്ന് മുതൽ നമുക്ക് ഒന്നും കൂടി സ്റ്റിച്ച് ചെയ്ത് വരാം. നമ്മള് സ്റ്റിച്ച് ചെയ്ത് വേസ്റ്റ് വരെ ഇട്ടിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് നല്ല തുണികൾ തമ്മിൽ കൂട്ടി പിടിക്കുക. അതുപോലെ തന്നെ ഈ ലൈനിങ് തുണിയും ഒപ്പത്തിനൊപ്പം ഇങ്ങനെ പിടിക്കുക. ഇപ്പുറത്തെയും ഒപ്പത്തിനൊപ്പം തന്നെ ഇങ്ങനെ പിടിക്കുക. കണ്ടോ? അപ്പൊ എല്ലാം ഞാനിങ്ങനെ ഒരുമിച്ച് പിടിച്ചേക്കാണ്. ഇതൊരു മെത്തേഡാട്ടോ, വേറെ മെത്തേഡ് ഉണ്ട്, അത് ഞാൻ വേറൊരു വീഡിയോയിൽ കാട്ടിത്തരാം. എന്നിട്ട് നമ്മൾ പെറ്റിക്കോട്ട് അടിച്ച പോലെ തന്നെ ഇങ്ങനെ ചെരിച്ച് നമ്മൾ അടിച്ചു വരികയാണ് ചെയ്യുന്നത്. ുണ്ടെങ്കിൽ അടിവശം മടക്കി അടിക്കാം. ഞാനിപ്പോൾ അടിവശം മടക്കി അടിക്കുന്നില്ല, തേരുവശമാണ്. ഇപ്പം എപ്പോഴും ചെയ്യേണ്ട ചില അടിവശം നമ്മൾ 1 ഇഞ്ച് നമ്മൾ മടക്കി അടിക്കാൻ വിട്ടിട്ടുണ്ട്. 2 മടക്ക് മടക്കി നമുക്ക് അത് മടക്കി അടിക്കാവുന്നതാണ്.